തിരുവനന്തപുരം അതിരൂപതയിലെ പാളയം ഫൊറോനയുടെ ഭാഗമായ നന്തങ്കോട് തിരുഹൃദയ ദേവാലയം 1975 ജൂൺ 5 സ്ഥാപിതമായി. ഈ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന് 2025 ജൂൺ 8 ഇന്ന് തുടക്കം കുറിക്കുന്നു. 50 വർഷത്തെ ഇടവകയുടെ വളർച്ചയിൽ ഒപ്പം നിന്ന, അതിനായി അഹോരാത്രം പ്രയത്നിച്ച എല്ലാ വ്യക്തികളെയും ഇത്തരണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ദേവാലയം രൂപകൽപ്പന ചെയ്ത റവറൻഡ് ഡോക്ടർ ബെനഡിക്റ്റ് എൽ ജോസ് അച്ഛനെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. രൂപതാധ്യക്ഷനായിരുന്ന പീറ്റർ ബെർണാഡ് പെരേര തിരുമേനിയുടെ കാലത്താണ് നന്തൻകോട് ഇടവക രൂപം കൊള്ളുന്നത്. ആദ്യത്തെ ഇടവക വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട KJ ജോൺ അച്ഛൻ മുതൽ ഇന്നത്തെ ഇടവക വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സൈറസ് ബി കളത്തിൽ അച്ഛൻ വരെയുള്ള വൈദികരുടെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ നന്തൻകോട് ഇടവക. ജൂബിലി ആഘോഷങ്ങൾ ഒരു വർഷത്തെ ഒരു പദ്ധതിയായി നടത്തുവാൻ ഇടവക കൗൺസിൽ തീരുമാനിച്ചു. അതിൻ്റെ മുന്നോടിയായി 2025 മാർച്ച് മാസം 3 വൈകുന്നേരം ബഹുമാനപ്പെട്ട ഇടവക വികാരിയുടെ സാന്നിധ്യത്തിൽ ഇടവക കൗൺസിൽ, ഫിനാൻസ് കൗൺസിൽ, ഭക്തസംഘടനകൾ, KCYM, ജൂബിലിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന താൽപ്പര്യമുള്ള ഇടവകാംഗങ്ങൾ എന്നിവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ദേവാലയത്തിൽ വെച്ച് വൈകുന്നേരം 5 മണിക്ക് ഒരു സംയുക്ത യോഗം വിളിച്ചുകൂട്ടി. പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 11 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഗ്രൂപ്പുകളിൽ ഇടവകയുടെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും അവ പൊതുവായി അവതരിപ്പിക്കുകയും ചെയ്തു. 11 ഗ്രൂപ്പുകളിൽ നിന്നും ചർച്ച ചെയ്യപ്പെട്ട പ്രധാന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അന്നേ ദിനം കൂടിയവർ ചേർന്ന് ഒരു സമിതിക്ക് രൂപം നൽകി. വികാരിയച്ഛന് പുറമെ ശ്രീമതി ഷീല ഇടവക കോർഡിനേറ്റർ, ശ്രീ ബിനോയ് തോമസ് ഇടവക വൈസ് പ്രസിഡന്റ്, ശ്രീ ജോസ് പി മോസസ് ഇടവക സെക്രട്ടറി, ഇവർക്ക് പുറമെ ശ്രീ AJ പോൾ, ശ്രീമതി ഷീജ റാണി, ശ്രീ സിജു ഫിലിപ്പ്, ശ്രീ നോബിൾ, ശ്രീ ലൂയിസ് സാമുവൽ എന്നിവരായിരുന്നു പ്രസ്തുത അംഗങ്ങൾ. 11 ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ആത്മീകവും ഭൗതികവുമായ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവയിൽ അത്യാവശ്യമെന്ന് കണ്ടെത്തിയ കാര്യങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇടവക ജനങ്ങളുടെ വിശ്വാസ ആത്മീയ വളർച്ച. 1. ഞായറാഴ്ചകളിലെ ദിവ്യബലി. നമ്മുടെ ഇടവകയിൽ ഞായറാഴ്ചകളിൽ ഒരു ദിവ്യബലിയാണ് ഉള്ളത്. പലർക്കും ചില അസൗകര്യങ്ങൾ കാരണം രാവിലെയുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യം നിലനിൽക്കെ ഇടവക ജനങ്ങളുടെ സൗകര്യാർത്ഥം ഞായറാഴ്ച വൈകുന്നേരം ഒരു ദിവ്യബലി കൂടി നടത്തുന്നത് ഉചിതമായിരിക്കും. 2. തിരുഹൃദയത്തോടുള്ള ഭക്തിയും സ്നേഹവുമാണ് ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് കാരണം. കൂടുതൽ ആത്മീയ വളർച്ചയ്ക്കും കൂട്ടായ്മയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം ദിവ്യകാരുണ്യ ആരാധന, കുമ്പസാരം, തിരുഹൃദയ നൊവേന, ദിവ്യബലി ഇവ നടത്തുന്നത് ഉചിതമായിരിക്കും. 3. എന്നും വിശുദ്ധരോട് ആദരവും പ്രാർത്ഥനയുമുള്ള ഒരു ഇടവക സമൂഹമാണ് നന്തൻകോട് ഇടവക. വിശുദ്ധ യൂദാ തദേവുസിൻ്റെയും നിത്യസഹായ മാതാവിൻ്റെയും നൊവേനകൾ ആദ്യകാലം മുതലേ നടത്തിവരുന്നു. ഒപ്പം വിശുദ്ധ അന്തോനീസിൻ്റെ നൊവേന നടത്തുന്നത് ഉചിതമായിരിക്കും. 4. യുവജന കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ. ഏതൊരിടവകയുടെയും ശക്തിയും ഓജസ്സും യുവജനങ്ങളാണ്. നല്ല ചുറുചുറുക്കുള്ള ഒരു യുവജന സമൂഹം ഈ ഇടവകയിലുണ്ട്. യുവജനങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ വളർച്ച കൂടുതൽ കാര്യക്ഷമമാക്കാൻ ജൂബിലി വർഷത്തിൽ യുവജന സംഗമം നടത്തുന്നത് ഉചിതമായിരിക്കും. 5. വിദ്യാഭ്യാസപരമായും കലാകായികപരമായും ഏറെ കഴിവുകളുള്ള വ്യക്തികൾ നന്തങ്കോട് ഇടവകയിലുണ്ട്. PhD ലഭിച്ചവർ, കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർ എന്നിവരെ ആദരിക്കുക, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് കൈത്താങ്ങാകുക എന്നീ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഉചിതമായിരിക്കും. 6. ഇടവകയിൽ സേവനമനുഷ്ഠിച്ച ധാരാളം വ്യക്തികളുണ്ട്. അവരുടെ ശ്രമഫലമാണ് ഈ ഇടവകയുടെ വളർച്ച. വൈദികർ, സിസ്റ്റേഴ്സ്, മതബോധന അധ്യാപകർ, മറ്റ് മഹത് വ്യക്തികൾ. ജൂബിലി വർഷത്തിൽ ഇവരെ ആദരിക്കുന്നത് ഉചിതമായിരിക്കും. 7. ധാരാളം കഴിവുകളുള്ള കുട്ടികളുടെ ഒരു സമൂഹം നന്തങ്കോട് ഇടവകയിലുണ്ട്. സ്കൂളിലെ പാഠ്യേതര വിഷയങ്ങൾക്കപ്പുറം ബൈബിൾ വിഷയത്തിലും പ്രഗത്ഭരാണ് ഇവർ. മറ്റ് ഇടവകകളുമായി ചേർന്ന് കുട്ടികൾക്ക് ക്വിസ് മത്സരം നടത്തുന്നത് ഉചിതമായിരിക്കും. 8. കായികപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന കുട്ടികളും യുവജനങ്ങളുമുള്ള ഇടവകയാണ് നന്തൻകോട് ഇടവക. ഇവരുടെ കായിക ശേഷിക്കും മാനസിക ഉല്ലാസത്തിനും മാനസിക വളർച്ചയ്ക്കും സാഹചര്യം ഒരുക്കുന്നത് വഴി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് പ്രതിവിധിയായി ഒരു കളിസ്ഥലം കണ്ടെത്തുന്നത് ഉചിതമായിരിക്കും.
9. ഇടവകയുടെ വളർച്ചയിൽ എന്നും അഭിമാനത്തോടെ എടുത്തു പറയേണ്ടതാണ് ഇടവകയിലെ ദമ്പതിമാർ. കുടുംബം ഒരു സ്വർഗമാണ് എന്നത് ഒരു സ്വപ്നമാകാതെ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ ഊടും പാവും നെയ്യുന്ന ഈ ഇടവകയിലെ ദമ്പതികൾക്കായി ദമ്പതി സംഗമം, 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിക്കൽ എന്നീ പരിപാടികൾ നടത്തുന്നത് ഉചിതമായിരിക്കും. 10. ഇടവകയിലെ ഏകസ്ഥരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹവും സന്തോഷവും ആദരവും നൽകാൻ 3 മാസത്തിലൊരിക്കൽ ഏകസ്ഥരുടെ സംഗമം നടത്തുന്നത് ഉചിതമായിരിക്കും. 11. ഇടവകയിലെ ഹാളിൻ്റെ പരിമിതി. ഈ ഇടവകയിൽ ധാരാളം ഒത്തുചേരലുകളും സ്നേഹവിരുന്നുകളും നടക്കാറുണ്ട്. ഇവയ്ക്ക് പുറമെ ഇടവക ജനങ്ങളുടെ ചെറിയ ചെറിയ പരിപാടികൾക്ക് ഇടവക ഹാളിൻ്റെ അസൗകര്യങ്ങളും സ്ഥലപരിമിതികളും കാരണം വലിയ തുകയ്ക്ക് പുറമേയുള്ള ഹാളുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിന് പരിഹാരമായി നിലവിലുള്ള ഹാളിനെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നത് ഉചിതമായിരിക്കും. 12. എഴുതാനും വായിക്കാനും കഴിവുള്ള ധാരാളം പേരുള്ള ഇടവകയാണ് നന്തങ്കോട് ഇടവക. ഇടവകയുടെ ചരിത്രവും മറ്റ് കലാസൃഷ്ടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സൊവനിയർ ജൂബിലി വർഷത്തിൽ തയ്യാറാക്കുന്നത് ഉചിതമായിരിക്കും. മേൽപ്പറഞ്ഞവയാണ് മാർച്ച് മാസം 3-ാം തീയതിയിലെ പൊതുകൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ പ്രധാന വിഷയങ്ങൾ. ഇവയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഒരു ജനറൽ ബോഡിയും എക്സിക്യൂട്ടീവ് സമിതിയും ഉപസമിതികളും ചേർന്ന് തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചു. നമ്മുടെ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ മുന്നേറ്റത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വലിയ ആഘോഷമാകട്ടെ ഈ സുവർണ ജൂബിലി. BCC കൂട്ടായ്മകളും പരസ്പര ബന്ധങ്ങളും ശക്തിപ്പെടുത്തി ജ്വലിക്കുന്ന സ്നേഹത്തോടെ നമുക്ക് നിർഭയം മുന്നേറാം.